عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صاحب المقام المحمود والحوض المورود، وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. كتب ربكم على نفسه الرحمة. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന നമ്മുടെയൊക്കെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നിടത്ത് ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന ഒരു മഹത്തായ സംവിധാനത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും നിർണായകമായ സമയങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തനിച്ചിരിക്കുകയും അല്ലാഹുവിൻ്റെ മുന്നിൽ മനമുരുകി പ്രാർത്ഥിക്കുകയും ഒരു തുള്ളി കണ്ണുനീരുകൊണ്ട് ഒരു പുരുഷായുസ്സിനെ തന്നെ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന ആത്മാർത്ഥമായ മടക്കത്തിൻ്റെയും സമയമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം. പ്രാർത്ഥനയാണ് ഏറ്റവും അധികരിപ്പിക്കേണ്ടത് ഈ അവസാന സമയങ്ങളിൽ. പ്രാർത്ഥനയ്ക്ക് ഈ മാസത്തിൽ പ്രത്യേകമായ പരിഗണനയുണ്ട് എന്നത് നോമ്പ് വിശദമായി ചർച്ച ചെയ്ത വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിൽ പ്രാർത്ഥനയെ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ഇടയിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോമ്പ് നിർബന്ധമാണ് എന്നും പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങളും നോമ്പ് പിടിക്കണമെന്നും ആർക്കെങ്കിലും നോമ്പ് പിടിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവർ അതിന് പ്രായശ്ചിത്തം നൽകണമെന്നും യാത്രയോ മറ്റു രോഗമോ കാരണം നോമ്പ് ഒഴിവാക്കുന്നവർ മറ്റവസരങ്ങളിൽ അത് നോറ്റുകൂട്ടണമെന്നും നോമ്പ് ആരംഭിക്കുന്ന സമയവും നോമ്പ് അവസാനിക്കുന്ന സമയവും നോമ്പിന്റെ പകലുകളിൽ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ വിശദമായി ചർച്ച ചെയ്ത സൂറത്തു ബഖറയുടെ 183 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ പരതി നോക്കുമ്പോൾ ഒരായത്ത് അതിനിടയിൽ പ്രാർത്ഥനയുടെ വിഷയത്തിലാണ്. നോമ്പുമായുള്ള മര്യാദകളൊന്നും ആ ആയത്തിൽ കാണുന്നില്ല. ആയത്തി പ്രകാരമാണ്
കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ഈ ആയത്ത്. കാണാതെ പഠിച്ചവരും അർത്ഥമറിയുന്നവരും ഒരുപക്ഷെ ഈ പ്രബുദ്ധമായ സദസ്സിൽ എൻ്റെ മുമ്പിൽ ഉണ്ടാകും. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഇതാണ് നോമ്പ് വിശദമായി ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരായത്തിൽ അള്ളാഹു നമ്മളോട് ഓതിയത്. ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: നബിയെ, താങ്കളോട് എന്നെപ്പറ്റി എൻ്റെ അടിമകൾ ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് എന്നവരോട് പറയണം. പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്നും അവരോട് പറയണം. അവർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ നേർമാർഗം പ്രാപിച്ചേക്കാം. ഇതാണ് ആയത്ത്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് നോമ്പിന്റെ ഇടയിൽ അള്ളാഹു ഇങ്ങനെ ഒരു ആയത്തിനെ കൊണ്ടുവന്നത്? നോമ്പുകാലം പ്രാർത്ഥനകൾ പ്രത്യേകം പരിഗണിക്കപ്പെടുന്ന കാലമാണ്. എത്ര അള്ളാഹുവിൽ നിന്ന് മാറിയവനും അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ചവനും ഈ ഒരു നോമ്പ് കാലത്ത് അവന് കിട്ടുന്ന ഒരു ആത്മീയ കരുത്തുണ്ട്. അത് വെച്ച് എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും സ്വന്തം ശരീരത്തോട് എത്രത്തോളം അന്യായം അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് ഒരു ആത്മാർത്ഥമായ മടക്കത്തിന് ഒരു തുള്ളി കണ്ണുനീര് വാർത്ത് അവനോട് എല്ലാം ഏറ്റുപറയുന്നതിന്, ഒരു മധ്യവർത്തിയുമില്ലാതെ നേരിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് തനിച്ചിരുന്ന് കണ്ണുനീര് വാർക്കുന്നതിന് ഏത് അടിമ തയ്യാറായാലും ആ അടിമയെ സ്വീകരിക്കാൻ അള്ളാഹു സന്നദ്ധനാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകരെ, താങ്കളോട് അവർ അതിനെപ്പറ്റി ചോദിച്ചാൽ, ഇന്നതിനെപ്പറ്റി ചോദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് 15ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ പരാമർശങ്ങൾ കാണാം. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, പ്രവാചകരെ, എന്നെപ്പറ്റി എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ. ഇതേപോലെ ഖുർആനിൽ പ്രവാചകരെ, താങ്കളോട് കള്ളിനെ പറ്റി ചോദിച്ചാൽ, താങ്കളോട് ആത്മാവിനെ പറ്റി ചോദിച്ചാൽ, താങ്കളോട് പർവ്വതങ്ങളെ പറ്റി ചോദിച്ചാൽ, ഇങ്ങനെ ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പല ആയത്തുകളും ഉണ്ട്. നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ആയത്തുകളൊക്കെ. യസ്അലൂനക യസ്അലൂനക എന്ന് തുടങ്ങുന്ന കുറച്ച് ആയത്തുകളുണ്ട്. യസ്അലൂനക അനിർ റൂഹ്, ആളുകൾ ആത്മാവിനെ പറ്റി താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ പറ്റി ആളുകൾ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിസ്സാഅ, അന്ത്യനാളിനെ പറ്റി ആളുകൾ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ഖംർ, മദ്യത്തെ പറ്റി ആളുകൾ താങ്കളോട് ചോദിക്കുന്നു. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവ രക്തത്തെ പറ്റി ആളുകൾ താങ്കളോട് ചോദിക്കുന്നു. ഇങ്ങനെ പല 15ഓളം ആയത്തുകൾ പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ആളുകൾ താങ്കളോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. അവിടെയൊക്കെ മറുപടി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. പ്രവാചകരെ, നിങ്ങൾ അതിന് മറുപടി കൊടുക്കണം. ആത്മാവിനെ പറ്റി ചോദിച്ചു വന്നവരോട് പറയണം, ഖുൽ, നിങ്ങൾ പറ നബിയെ, അർറൂഹു മിൻ അംരി റബ്ബി, ആത്മാവിനെ പറ്റിയിട്ടുള്ള വിവരം എൻ്റെ റബ്ബിന്റെ പക്കൽ മാത്രമാണ്. യസ്അലൂനക അനിസ്സാഅ, അന്ത്യനാളിനെ പറ്റി ആളുകൾ ചോദിക്കുന്നു. ഖുൽ, നബിയെ, അതിനെപ്പറ്റി താങ്കൾ പറയണം അവരോട്. ഇങ്ങനെ എല്ലാത്തിനും മറുപടി പറയാൻ നബി തങ്ങളെ ഏൽപ്പിക്കുമ്പോ
ഖുർആനിൽ ഒരു സ്ഥലത്തു മാത്രമാണ് ആളുകൾ എന്നെ പറ്റി താങ്കളോട് ചോദിക്കുന്നു, അതിന് ഉത്തരം പറയാൻ അള്ളാഹു റസൂലിനെ ചുമതലപ്പെടുത്തുന്നില്ല. അള്ളാഹു തന്നെ അതിന്റെ ഉത്തരം പറയുകയാണ്. എല്ലാ സ്ഥലത്തും കുൽ നബിയെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അൽ ബഖറയിലെ 186 കുൽ എന്ന് നമ്മൾ കാണുന്നില്ല. വഇദാ സഅലക ഇബാദി അന്നി, ആരാ ഉത്തരം പറയുന്നത്? ഫഇന്നി ഖരീബ്. കുൽ അവിടെ ഇല്ല, അവിടെ മാത്രം ഒരു കുൽ ഇല്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കുൽ ഉണ്ട്. റസൂലാണ് മറുപടി പറയുന്നത്. പക്ഷേ ഇവിടെ മാത്രം റസൂലിനെ മറുപടി പറയാൻ ചുമതലപ്പെടുത്താതെ അള്ളാഹു തന്നെ അതിന് മറുപടി പറഞ്ഞു. എന്താണ് വ്യത്യാസം? എന്താണ് ഇവിടെ നമുക്കതിൽ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്? ഇവിടെ വിഷയം പ്രാർത്ഥനയാണ്. ഇവിടെ വിഷയം ദുആയാണ്. അള്ളാഹുവിനോട് അടിമ ദുആ ഇറക്കാൻ അടിമക്ക് അതിന്റെ ഇടയിൽ ഒരു മധ്യവർത്തിയുടെ, ഒരു വസീലത്തിന്റെ ആവശ്യമില്ല. ഇടയിൽ ഒരു ഇടയാളന്, ഒരാളെ വെക്കാൻ പ്രാർത്ഥനയിൽ അള്ളാഹു സൗകര്യം കൊടുക്കുന്നേ ഇല്ല. നേരിട്ട് അടിമയും ഉടമയും. ആ ബന്ധം അങ്ങനെയാണ്. പ്രാർത്ഥനയുടെ ബന്ധം അങ്ങനെയാണ്. ബാക്കി എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ഒരു ഇടയിൽ ആളെ വെച്ചൊരു സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം, ഏത് കാര്യത്തിലും. പക്ഷേ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും കാര്യമെത്തുമ്പോ അത് അടിമയും ഉടമയും നേരിട്ടുള്ള ബന്ധമാണ്. അവിടെ ഒരു മധ്യവർത്തിയെ ഇസ്ലാം അംഗീകരിക്കുന്നേ ഇല്ല. ഖുൽ എന്ന് പറയാൻ പ്രാർത്ഥനയുടെ കാര്യത്തിൽ റസൂലിനെ പോലും അള്ളാഹു ചുമതലപ്പെടുത്താതെ അതിന്റെ ഉത്തരം അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഈ മാസത്തിൽ നാം ഏറ്റവും അധികം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം. പ്രത്യേകിച്ച് ഈ പള്ളിയിൽ ഇന്നിങ്ങനെ ഒരു ഇഫ്താറുമായി ബന്ധപ്പെട്ടവിടെ ഇരിക്കുമ്പോ ഈ പള്ളിയുടെ ചുമരുകളിൽ ചില ആളുകളുടെ വിയർപ്പ് കണങ്ങളെ ഞാൻ കാണുന്നു. ഈ ചുമരുകളിൽ ചാരിയിരിക്കേണ്ട ചില മുഖങ്ങളെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിയുകയാണ്. ഇന്നിങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഒരുക്കുന്നതിന് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ ഏറെ ആത്മാർത്ഥതയോടെ ഇടപെട്ട നമ്മുടെ ചില സഹോദരങ്ങൾ ഇന്നവർ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമത്തിലാണ്. അവർക്ക് വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ആദ്യം ഈ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു പ്രത്യേകം പരിഗണിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു സൗകര്യത്തിലിരിക്കുമ്പോ ആദ്യം നമുക്ക് അവർക്ക് വേണ്ടിയാണ് ദുആ ഇറക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മജീദ് സാഹിബ് അടക്കം ഈ പള്ളിയുടെ മുൻനിരയിൽ നിന്ന് ഇഖ്ലാസോടുകൂടി ഇതിനെ നയിക്കുകയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്ത, നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പൂർണ്ണമായും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ പരലോക ജീവിതവും ഖബർ ജീവിതവും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കുമാറാവട്ടെ. വല്ല പ്രയാസങ്ങളും ആ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ പ്രാർത്ഥന കാരണം അല്ലാഹു അതിനെ അവർക്ക് നീക്കിക്കൊടുത്ത് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, ഈ പള്ളി കേന്ദ്രീകരിച്ച് ഒരു മദ്രസയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ ഇതിൻ്റെ അഹ്ലുകാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ അയൽപ്പക്കത്തോ മദ്രസകൾക്കൊന്നും കൃത്യമായി പോകാൻ സാധിക്കാതെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ തിക്കിനും തിരക്കിനും ഇടയിൽ മതവിദ്യാസം അങ്ങനെ അവഗണിക്കപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയ ആശ്വാസമാകുന്ന രീതിയിലാണ് ഒരു മദ്രസ റമളാനിന് ശേഷം ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ മുകൾ ഭാഗത്ത് വ്യവസ്ഥാപിതമായി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഫ്താറിന് ശേഷം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്ത് നിങ്ങൾക്ക് പ്രത്യേകമായ കൗണ്ടർ നിങ്ങൾക്ക് കാണും. അവിടെ നിങ്ങൾക്ക് അന്വേഷിക്കാം. മദ്രസയുമായി ബന്ധപ്പെട്ട്
നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ആദ്യം വേണ്ടത് കുറച്ച് മക്കളെയാണ്. കുട്ടികളെ തയ്യാറാക്കുന്ന വിഷയത്തിൽ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരവസരമാണ്, ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ മാറിയും മറിഞ്ഞും പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിലെ സന്തോഷകരമായ നാളുകളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വേർപിരിഞ്ഞു പോകുന്ന സങ്കടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതെല്ലാം ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സാമ്പത്തികമായി നമുക്ക് നല്ല സൗകര്യമായിരിക്കും, ചില സമയങ്ങളിൽ സാമ്പത്തികമായി നമ്മൾ തകർന്ന് തരിപ്പണമായി വലിയ ബുദ്ധിമുട്ടിലും നമ്മുടെ ജീവിതം അങ്ങനെ പോകും. ഇതൊക്കെ അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം എളുപ്പത്തിൽ നടക്കും, ചിലപ്പോൾ നിങ്ങൾ തൊട്ടതൊക്കെ പ്രശ്നത്തിലും പ്രയാസത്തിലുമായി ഞെരുക്കത്തിൻ്റെ നാളുകളും കഴിഞ്ഞു പോകും. ഇത് ജീവിതം. ഞാൻ ഈ പറഞ്ഞ ഈ നാളുകളൊക്കെ കഴിഞ്ഞുപോയവർ, അനുഭവിച്ചവർ, ഇല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഒക്കെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും. ഒന്നുകിൽ സന്തോഷം, അല്ലെങ്കിൽ സങ്കടം, മസ്റൂർ അല്ലെങ്കിൽ മഹ്സൂൻ. ഇരിക്കുന്നവർ രണ്ടിൽ ഒരു വിഭാഗത്തിൽ തീർച്ചയായും ഉണ്ടാകും. എന്തല്ല പ്രശ്നമൊന്നുമില്ല, ഇപ്പോ നല്ല ഹാപ്പിയാണ്. എന്നാൽ ചില ആളുകൾ ഇവിടെ ഇരിക്കുന്നത് വലിയ സങ്കടത്തിലായിരിക്കും, അവർ കാണിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. ചില ആളുകൾക്ക് അൽഹംദുലില്ലാ ഇപ്പോ ഉപ്പ ഉമ്മ കുടുംബം മക്കള് ഭാര്യ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ആ ഒരു മജ്മൂഅ, ആ ഒരു ഒന്നിക്കലിന്റെ സന്തോഷത്തിന്റെ നാളായിരിക്കും ഇപ്പോ. എന്നാൽ വേറെ ചില ആളുകൾക്ക് കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ വിട്ടുപിരിഞ്ഞതിന്റെ, വേർപെട്ടതിന്റെ, വേർപാടിന്റെ നൊമ്പരം അനുഭവിക്കുന്നവരും ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. ഉപ്പ മരിച്ചവര്, ഉമ്മ മരിച്ചവര്, മക്കള് മരിച്ചവര്, ഏറ്റവും അടുത്ത കൂട്ടുകാര് മരിച്ചവര്, ഇതൊക്കെ ജീവിതത്തിൽ ഇതെല്ലാം ചിലപ്പോ സന്തോഷം, ചിലപ്പോ സങ്കടം, ചിലപ്പോ എല്ലാവരെയും കിട്ടും, ചിലപ്പോ ചിലരൊക്കെ നമ്മളെ അപ്രതീക്ഷിതമായി വിചാരിക്കാതെ അവർ നമ്മളെ വിട്ടുപോകും. ചിലപ്പോ സാമ്പത്തികമായ നല്ല അവസ്ഥ, ചിലപ്പോ സാമ്പത്തികമായി ആകെ തകരുന്ന അവസ്ഥ. ഉണ്ടോ ഇല്ലേ? ഈ രണ്ടവസ്ഥയിൽ ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തറിയോ? നമ്മൾ ആ തകരുന്ന ഒരു സമയം, നമ്മൾ രണ്ട് സമയത്തും അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിനുള്ള ആ ദിക്റും ആ ശുക്റും അത് നിലനിർത്തുവാനും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത് കുറച്ച് പൈസയും കുറച്ച് സൗകര്യവും കുറച്ച് ചുറ്റുപാടെല്ലാം വരുമ്പോക്ക് ഒരു ആള് മാറി, സ്റ്റൈൽ തന്നെ മാറി. ഇതെല്ലാം കയ്യിൽ വരുമ്പോക്ക് വേണ്ട ഒരു തോന്നൽ എന്തറിയോ? എന്നെ കൊണ്ടല്ലോ എന്തല്ലോ ചിലതിപ്പോ ഇവിടെ നടത്താൻ പറ്റും എന്നുള്ളൊരു തോന്നല്. പിന്നെ പള്ളി, എന്ത് പള്ളി, നിസ്കാരം, ഒന്നിനോട് ഒരു വിലയില്ല, ഒരു ബഹുമാനമില്ല. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെയൊക്കെ അങ്ങനെ അനാദരിക്കാൻ അവന്റെ ലൈഫിന്റെ സ്റ്റൈൽ തന്നെ മാറി. വസ്ത്രത്തിന്റെ സ്റ്റൈല് മാറി, ഹെയറിന്റെ സ്റ്റൈല് മാറി, മക്കളുടെ ലൈഫിന്റെ സ്റ്റൈല് മാറി, ഭാര്യയുടെ ലൈഫിന്റെ സ്റ്റൈല് മാറി. അവള് പർദ്ദയിച്ചു, കുട്ടികള് പല കോലത്തിൽ വസ്ത്രം ധരിച്ചു. ആരാ? കുറച്ച് സൗകര്യങ്ങൾ സാമ്പത്തികമായും ജീവിത ചുറ്റുപാടും നല്ല സന്തോഷത്തിന്റെ ആ എളുപ്പത്തിന്റെ നാളുകളൊക്കെ പഠിച്ചോരിങ്ങനെ തരുമ്പക്ക് ചില ആളുകളുണ്ട് ഇങ്ങനെ ഒരു നകളിപ്പിന്റെ ഒരു ജീവിതം നയിക്കല് ഉണ്ടല്ലേ? കാണല്ലേ നമ്മൾ ചുറ്റുപാട് പുറത്ത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഞാനീ പറയുന്നത് ഭാവനകളൊന്നുമല്ല. നമ്മുടെ പുറത്ത് നടക്കുന്ന പച്ചയായ മനുഷ്യരുടെ ജീവിതമാണ് ഞാൻ വരച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്. ആ സമയത്ത് അവർക്ക് ദിക്റില്ല, ആ സമയത്ത് അവർക്ക് ഇബാദത്തില്ല, ആ സമയത്ത് അവർക്ക് പ്രാർത്ഥനയില്ല, ആ സമയത്ത് അവർക്ക് അള്ളാഹുവിനോട് തിരിയാൻ, അള്ളാഹുവിലേക്ക് തിരിയാൻ അവർക്ക് സമയമില്ല, ഒന്നിനും അവർക്ക് നേരമില്ല. എന്നാൽ അവരറിയുന്നില്ല എന്ത്
പർദ്ദ അഴിച്ച് ശരീരത്തിന്റെ വടിവുകളൊക്കെ ആളുകൾക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് മേക്കപ്പുകൾ ധാരാളമായി മുഖത്തേക്ക് വാരിയിട്ട് അങ്ങാടികളിലൂടെ ചുറ്റിക്കറങ്ങുന്ന പെണ്ണ് ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ച് ഇളകിയും മറിഞ്ഞും കുണുങ്ങിയും കുലുങ്ങിയും ഒക്കെ നടക്കുന്ന ഈ പെണ്ണ് അവൾ അറിയുന്നില്ല ഇതിപ്പോ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പ്രായമാകും, എനിക്ക് രോഗമാകും, വിചാരിക്കാത്ത വഴിയിലൂടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്ന് ഒരല്പ സമയത്തേക്ക് അവൾ അറിയുന്നില്ല. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ചെറിയൊരു പരിശോധന നടത്തി ആ പരിശോധനയുടെ ഫലം കയ്യിൽ വരുമ്പോൾക്ക് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോവുകയാണ്. ക്രിയാറ്റിന്റെ പ്രശ്നം, കിഡ്നി തകരാറിലാണ്, ഡയാലിസിസ് ആണ് ഇനി മുമ്പിലുള്ള ഏക പോംവഴി. വയസ്സ് 35, ചെറിയ കുഞ്ഞുങ്ങൾ. കുറച്ച് സമയം ഭർത്താവിനും തനിക്കും കുറച്ച് ചുറ്റുപാടും നല്ലൊരവസ്ഥയൊക്കെ ആയപ്പോ അവളിങ്ങനെ അള്ളാന് മറന്നിങ്ങനെ കുറച്ച് കളിച്ചപ്പോ അള്ളന്റെ ഒരു പിടുത്തങ്ങനെ പിടിക്കാൻ തുടങ്ങിയ ഒരു ഭാഗത്ത് നിന്ന് എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രയാസവും അങ്ങനെ രോഗവും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോ പിന്നുണ്ട് ഒരു പ്രാർത്ഥനയും, പിന്നുണ്ട് ഒരു ദുആയും, പിന്നുണ്ട് ഒരു നിസ്കാരവും. അതിന് വലിയ പ്രസക്തിയില്ല. അല്ല പറയണെന്തറിയോ, നിങ്ങൾ 2 സമയത്തും അള്ളാഹുവിനെ വിളിക്കണം. നിങ്ങൾ 2 സമയത്തും 2 നേരത്തും നിങ്ങൾക്ക് ഇത് ജീവിതം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഇതിങ്ങനെ മാറിയും മറിഞ്ഞും വന്നും കൊണ്ടേയിരിക്കും. ഏത് സമയത്തും അള്ളാഹുവിനെ ദിക്റെടുക്കാൻ, അള്ളാഹുവിനെ വിളിക്കാൻ, അള്ളാഹുവിലേക്ക് തിരിയാൻ, എപ്പോഴും നിസ്കാരം നിലനിർത്താൻ, എപ്പോഴും പള്ളികളുമായി ബന്ധപ്പെടാൻ, എപ്പോഴും മതപരമായ ഈ മാഹൗല് കാത്തു സൂക്ഷിക്കാൻ വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കണം. പ്രയാസത്തിന്റെ സമയത്ത് നമ്മൾ ദുആ ഇറക്കുമ്പോ മലക്കുകൾ നമ്മുടെ ശബ്ദം ഇങ്ങനെ കേൾക്കും. ഈ ശബ്ദം നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. മലക്കുകൾ പറയും, മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. ഈ ശബ്ദം ഈ ദുആഇന്റെ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ, ഇത് സ്ഥിരമായിട്ട് ദുആ ഇറക്കുന്ന ആളാണല്ലോ. ആള് എപ്പോഴും ദുആ ഇറക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മലക്കുകൾ അള്ളാഹുവിനോട് ശുപാർശ പറയും, അള്ളാഹുവെ ഇദ്ദേഹം സ്ഥിരമായി ദുആ ഇറക്കുന്ന, അള്ളാഹ്ക്കെല്ലാം അറിയാം, മലക്കുകൾ ശഫാഅത്ത് ചെയ്യും. എന്നാൽ ചില ആളുകള് നല്ല സമയത്ത് ഇങ്ങനെ നകളിപ്പ് കാണിച്ച് ഈ ബേജാറും പ്രയാസവും വരുമ്പം മാത്രം കിബിലക്ക് നേരെ തിരിഞ്ഞ് ആ നിസ്കരിക്കുന്ന ദ്വാരിക്കുന്ന ടീമിന്റെ ദുആ ആകാശത്ത് ഇങ്ങനെ മലക്കുകൾ കിട്ടും. ഈ ശബ്ദം അങ്ങനെ ഒരു പരിചയമില്ലല്ലോ, ഇയാൾ അങ്ങനെ ഒന്നും വിളിക്കുന്ന കൂട്ടത്തിലല്ല. ഈ ദുആ അങ്ങനെ സ്ഥിരമായിട്ട് കേട്ടതായിട്ട് എവിടെയും മലക്കുകൾ അതിനങ്ങനെ കെയർലെസ് ആക്കിയിട്ട് പെടും. മാലാഖമാരുടെ ശഫാഅത്ത് കിട്ടും. ആ പ്രാർത്ഥനക്ക് പ്രത്യേകം പരിഗണന കിട്ടും. ആയ കാലത്ത്, ഉള്ള കാലത്ത്, നല്ല കാലത്ത് അള്ളാഹുവിനെ മറക്കാതെ, അള്ളാഹുവിനെ വിടാതെ, അള്ളാഹുമായി ബന്ധം അത് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ നല്ല കാലത്ത് ജീവിക്കാനുള്ള ഒരു പ്രത്യേകമായ ജാഗ്രത, ഒരു ശ്രദ്ധ വിശ്വാസി എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അത് നമ്മൾ ഒരിക്കലും കൈവിടൂല. അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടൂല. നമ്മൾ നല്ല കാലത്ത് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചാൽ നമ്മുടെ പ്രയാസത്തിന്റെ നേരത്ത് അള്ളാഹു നമ്മളെ കൂട്ടുകാരനാക്കും. നമ്മുടെ ബേജാറിന്റെ സമയത്ത് അള്ളാഹ് നമ്മളെ പ്രത്യേകം പരിഗണിക്കും. ഇതിന് ചരിത്രമുണ്ട് ഖുർആനില്. 2 ആളുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ 2 ആളും ഖുർആനിൽ ധാരാളം പരാമർശിക്കപ്പെട്ട ആളാണ്. ഈ 2 ആളുടെയും ചരിത്രം പല സൂറത്തുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 2 ആളും വെള്ളത്തിൽ പരീക്ഷിക്കപ്പെട്ട ആളാണ്. 2 ആളും വെള്ളത്തിൽ പരീക്ഷിക്കപ്പെട്ട ആളാണ്. 2 ആളും വെള്ളത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോ ആ പരീക്ഷണ സമയത്ത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു, അള്ളാഹുവിനെ വിളിച്ചു. ഒരാളുടെ വിളി അള്ളാഹു കേട്ടു, ഒരാളുടെ വിളി അള്ളാഹു പരിഗണിച്ചു, ഒരാളുടെ വിളി അള്ളാഹു പരിഹരിച്ചു. എന്നാൽ മറ്റേയാളുടെ വിളി അള്ളാഹു ആ വിളി കേട്ടു, പക്ഷെ ആ വിളി അള്ളാഹു പരിഗണിച്ചില്ല, ആ വിളിക്ക് അള്ളാഹു പരിഹാരവും നൽകിയില്ല.
ആളാരാണ്? ആള് ഒന്ന് ദന്നൂൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ, മത്സ്യക്കാരൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച, സാഹിബുൽ ഹൂത്ത് എന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞ ഒരു പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. വെള്ളത്തിൽ പരീക്ഷിക്കപ്പെട്ട ആളാണ്, അറിയാലോ. വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് അദ്ദേഹം വെള്ളത്തിൽ കിടന്നിട്ട് വിളിച്ചത്. മത്സ്യത്തിന്റെ വയറ്റിൽ, കടലിന്റെ ഇരുട്ടില്, ആർത്തിരമ്പുന്ന തിരമാലകളുടെ മറവില് അദ്ദേഹം അല്ലാഹുവിനെ വിളിച്ചത് എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലാ അൻത ഫനാദാ ഫിൽ ളുലുമാത്. ഇരുട്ടറകളിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ഞാൻ ചെയ്തത് തെറ്റാണ്, എന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചു, ഞാൻ സമ്മതിക്കുന്നു പടച്ചവനെ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. ഖുർആൻ പറഞ്ഞെന്തറിയോ? ലൗലാ അൻ തദാറകഹു നിഅമത്തുൻ മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സ്വാലിഹീൻ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. വേറൊരു സ്ഥലത്ത് പറഞ്ഞത്, അള്ളാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ വീണ്ടെടുത്തു. കടലിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന്, ആ തിരമാലകളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ വീണ്ടെടുത്തു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹം തീരം കാണില്ലായിരുന്നു, അദ്ദേഹം ഒരിക്കലും കര കാണില്ലായിരുന്നു. അള്ളാഹു അവന്റെ നിഅമത്ത് കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ കാരണം അദ്ദേഹം മുസബ്ബിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. മുസബ്ബിഹീങ്ങൾ, മുസബ്ബിഹ് എന്ന് പറഞ്ഞ തസ്ബീഹ് ചൊല്ലുന്ന ആള്, അള്ളാഹിനെ സദാ സ്മരിക്കുന്ന ആള്, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം മനസ്സിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നാവിൽ, അത് എപ്പോഴും തത്തിക്കളിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മുസബ്ബിഹായതുകൊണ്ട് അദ്ദേഹത്തെ കടലിൽ നിന്ന് നാം വീണ്ടെടുത്തു, അദ്ദേഹത്തെ കരയിലേക്കും തീരത്തേക്കും നാം സുരക്ഷിതമായി എത്തിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാ ഞാൻ പറഞ്ഞ മറ്റേ ആളറിയങ്ങള്, അതെ, ഫിർഔൻ, വെള്ളത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട് ഖുർആൻ. വെള്ളത്തില് ഇതേപോലെ പരീക്ഷിക്കപ്പെട്ടപ്പോ അദ്ദേഹം വിളിച്ചത് ആരെയാണ്? അള്ളാഹുവിനെ തന്നെയാണ് വിളിച്ചു. ഫിർഔൻ അള്ളാഹുവിനെ എന്താ പറഞ്ഞത്? ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായിരിക്കുന്നു. ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകാര് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന അതേ അള്ളാഹുവിൽ ഞാനും ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു. അദ്ദേഹം മുങ്ങി മരിക്കാൻ നേരത്ത് ഉറക്കെ അദ്ദേഹം വിളിച്ചു. യൂനുസ് നബി അലൈഹി സ്വലാം ഇങ്ങനെയാണ് വിളിച്ചത്. പക്ഷേ ഈ വിളി അള്ളാഹു പരിഗണിച്ചില്ല, ഈ വിളി അള്ളാഹു കേട്ടു പരിഹരിച്ചില്ല. അള്ളാഹ് അങ്ങോട്ടേക്ക് ചോദിച്ചെന്തറിയോ? അള്ളാഹ് അങ്ങോട്ടേക്ക് ചോദിച്ചത് وقد عصيت قبل وكنت من المفسدين. الآن, ഇപ്പോഴാണോ? وقد عصيت قبل, എത്രയാണ് ആ നല്ല കാലത്ത് നീ ചെയ്തു കൂട്ടിയത്? ആ നല്ല കാലത്ത്, ക്ഷാമകാലത്ത്, ആരോഗ്യത്തിന്റെ കാലത്ത്, അധികാരം കയ്യിലുണ്ടായിരുന്ന കാലത്ത്, സൗകര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്ന കാലത്ത് നീ എന്തേ പറഞ്ഞത്? അന റബ്ബുകുമുൽ അഅല. നീയല്ലേ പറഞ്ഞത് വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളൊക്കെ എന്റെ കൺട്രോളിലാണ്, ഞാനാണ് ഇതിനൊക്കെ ഒഴുക്കുന്നത്, ഇതിന്റെ ഒഴുക്ക് തീരുമാനിക്കുന്നത് ഞാനാണ്. ഒഴുകുന്ന നദിയെ നോക്കി ഫിർഔൻ പറഞ്ഞതാണ്, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി
ഞാനല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഇലാഹുണ്ടോ? എനിക്കറിയില്ലല്ലോ. ആരാണത്? ഞാനല്ലാതെ വേറൊരു ഇലാഹോ എനിക്കറിയില്ലല്ലോ എന്നല്ലേ നീ നേരത്തെ പറഞ്ഞ്? നിന്റെ നല്ല കാലത്ത് നീ അങ്ങനെയല്ലേ പറഞ്ഞത്? ലഅല്ലി അത്വലിഉ ഇലാ ഇലാഹി മൂസ, ഒരു ഏണി കൊണ്ടുവാ, മൂസ പറയുന്ന ആകാശത്തുള്ള അള്ളാഹുവിനെ ഞാനൊന്ന് എത്തി നോക്കട്ടെ. നീയല്ലേ പറഞ്ഞ്? ഉള്ള കാലത്ത് നീ ചെയ്തത് എന്തറിയോ? ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, നീ ഫസാദ് ഉണ്ടാക്കി. നീ ആയ കാലത്ത് ഒരുപാട് ഫസാദ് ഉണ്ടാക്കി. നീ മുഫ്സിദാൻ. ഇപ്പൊ നിന്റെ വിളി ഞാൻ പരിഗണിക്കൂല. ഇപ്പൊ നിന്റെ ഒരാവശ്യവും ഞാൻ പരിഹരിക്കൂല. നിന്നെ ഞാൻ ബാക്കിയാക്കും. فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً. നിനക്ക് ശേഷം നിന്നെപ്പോലെയുള്ളവർ ലോകത്ത് പിറവിയെടുക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ഭൗതിക ശരീരം ഞാൻ ലോകത്ത് ബാക്കിയാക്കും എന്ന അള്ളാഹുവിന്റെ അത്ഭുതകരമായ പ്രവചനം ഇന്നും പുലർന്നു കാണുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, ഒരാൾ മുസബ്ബിഹായിരുന്നു, അള്ളാഹു അദ്ദേഹത്തിന്റെ വിളി വെള്ളത്തിൽ വെച്ച് കേട്ടു. മറ്റേയാള് മുഫ്സിദായിരുന്നു, അദ്ദേഹവും അള്ളാഹുവിനെ വിളിച്ചു, പക്ഷെ ആ വിളി അള്ളാഹു കേട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ എപ്പോഴും മുസബ്ബിഹായിരിക്കണം. റമദാൻ കഴിഞ്ഞാലും പള്ളിയുണ്ട്, നമസ്കാരമുണ്ട്, ദിക്റുകളുണ്ട്. റമദാൻ കഴിഞ്ഞാലും നമുക്ക് ഇപ്പൊ നിർവഹിക്കുന്ന ആരാധനകളിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ച് വീണു പോകുന്നില്ല. ചിലതിന്റെ ഹുക്മിന്റെ സ്വഭാവത്തിൽ മാത്രം വ്യത്യാസം എന്നല്ലാതെ ഒരാരാധനയും പ്രത്യേകിച്ച് വീണു പോകുന്നതായി കാണുന്നില്ല. നോമ്പ് നിർബന്ധം എന്ന കുതിബ അലൈക്കുമുസ് സിയാം, അത് മാത്രമാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. നോമ്പ് നിർബന്ധമില്ല, എന്നാൽ നോമ്പില്ലേ? നോമ്പുണ്ട്. നോമ്പ് വർഷത്തിൽ പകുതി ദിവസം നോമ്പുള്ളവനാണ് വിശ്വാസി. വർഷത്തിൽ പകുതി ദിവസം നോമ്പാണ് വിശ്വാസിക്ക്. ഏറ്റവും നല്ല നോമ്പ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ്. ഏതാണ് ആ നോമ്പ് സിസ്റ്റം? ഒന്നരാടം, ഇടവിട്ട നോമ്പ്. സും യൗമ വ അഫ്തിർ യൗമ. ഒരു ദിവസം നോമ്പ്, അടുത്ത ദിവസം നോമ്പില്ല. ഒരു ദിവസം നോമ്പ്, അടുത്ത ദിവസം നോമ്പില്ല. ഇതാണ് അഹബ്ബു സിയാമി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് സിസ്റ്റം. ഇതാണ് സിയാമു ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ നോമ്പ്. നമുക്ക് നോമ്പുണ്ട്, കൂട്ടുകാരനാക്കണം നോമ്പിനെ. ആരാധനകളോട് പ്രത്യേകമായ ഒരു താല്പര്യം, അതിന്റെ പ്രതിഫലം അറിഞ്ഞ്, അതിന്റെ മഹത്വം അറിഞ്ഞ് ചില ആരാധനകളെ കൂട്ടുപിടിക്കാൻ നമുക്ക് കഴിയണം. വലിയ ഭാഗ്യം കിട്ടും, വലിയ ഭാഗ്യം കിട്ടും. ചില ആരാധനകളോട് പ്രത്യേക താല്പര്യം വേണം. ചില ആൾക്കാരുണ്ട് അങ്ങനെ. സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലൊക്കെ കണ്ണിഷ്ഠത പുലർത്തുന്ന ആളുകളുണ്ട്. എല്ലാ തിങ്കളും വ്യാഴവും എന്ത് തിരക്കുണ്ടെങ്കിലും ആള് നോമ്പുകാരായിരിക്കും. തിങ്കൾ വ്യാഴം അത് പ്രത്യേകം പരിഗണിച്ച് ആഴ്ചയിൽ 2 നോമ്പെടുക്കുന്നവർ, മാസത്തിലെ അയ്യാമുൽ ബീദിലെ 3 നോമ്പെടുക്കുന്നവർ എത്ര ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഈ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഒരു നോമ്പ് ഒരിക്കണമെങ്കിൽ അടുത്ത റമദാൻ വേണ്ടി ചിലർക്ക് നോമ്പ് റമദാനിൽ മാത്രം, മുഹറമിലില്ല, അറഫയിലില്ല. അങ്ങനത്തെ പ്രത്യേകമായ ദിവസങ്ങളിൽ ഒന്ന് സുന്നത്ത് നോമ്പ് എടുക്കാൻ. ഇതിങ്ങനെ കാലം നാട് ഒന്നാകെ ഇളകിയപ്പോ കൂട്ടത്തിൽ ഇങ്ങനെ ഇളകിയതാണ്. ഇതിനേക്കാൾ നല്ലത് ഒറ്റക്കെടുക്കലാണ്. ആരും എടുക്കാത്തപ്പോ എടുക്കല് അതിന് വലിയ കൂലിയാണ്. ആരും ചെയ്യാത്തപ്പോ ചെയ്യല് അതിന് വലിയ പോലീസയാണ് ഇസ്ലാമില്. എല്ലാരും ചെയ്യുമ്പോ ഒന്നാകെ ഇളകിയപ്പോ കൂട്ടത്തിൽ എങ്ങനെ ഇളകിയത് അതിന് വലിയ പരിഗണനയൊന്നുമില്ല. കൂടുതൽ പരിഗണന ആരും ചെയ്യാത്ത സമയത്തെ നീ പരിഗണിക്കുക, ആരും എടുക്കാത്ത ദിവസം നീ പരിഗണിക്കുക. അതാണ് ചില നിസ്കാരത്തിനൊക്കെ പറഞ്ഞില്ലേ, നീ നിസ്കരിക്കുക. വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ ആ നിസ്കാരത്തിന് വലിയ കൂലിയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുക. എല്ലാവരും ചെയ്യുമ്പോ ചെയ്യലല്ല, പിന്നെ ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് തനിക്ക് മാത്രം കൂട്ടുപിടിക്കണം. ചെറുത് മതിയാവും പരലോകത്ത് രക്ഷപ്പെടാൻ, കുറെയൊന്നും വേണ്ടയില്ല. ആത്മാർത്ഥമായി ചിലതിനെ കൂട്ടുപിടിച്ചെങ്കിൽ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരത്തെ കൂട്ടുപിടിച്ച് ഒരു സ്വഹാബി സ്വർഗത്തിൽ പോയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
റസൂലുള്ള പറഞ്ഞ നിന്റെ സ്വർഗത്തിലെ കാലടി ശബ്ദം ഞാൻ കേട്ടു. നീ സ്വർഗത്തിൽ ഇങ്ങനെ നടന്നു പോകണം, നിന്റെ കാലടി ശബ്ദം ഞാൻ കേട്ടു. എന്താണ് നിന്റെ കയ്യിൽ? നീ എന്താണ് അതിന് മാത്രം ചെയ്തത്? പ്രത്യേകിച്ചൊന്നുമില്ല നബി, എല്ലാവരും ചെയ്യുന്നതന്നെ ഞാനും ചെയ്യരുത്. പക്ഷെ ഞാൻ ഒന്നിൽ ഞാൻ പ്രത്യേകം കണിശക്കാരനാണ്. എപ്പോ വുളു ചെയ്താലും ഞാൻ 2 റക്അത്ത് അപ്പം നിസ്കരിക്കും. നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്തറിയോ? എന്നാ നിസ്കാരത്തിന്റെ നിയ്യത്ത് വുളുഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. വുളുഇന്റെ 2 റക്അത്ത് നിസ്കാരം. ആൾക്കാർക്ക് അറിയുന്നില്ല അങ്ങനത്തെ നിസ്കാരം എന്താ. വുളുഇന്റെ 2 റക്അത്ത് നിസ്കാരം. വുളു ചെയ്താൽ 2 റക്അത്ത് നിസ്കരിക്കാം. എപ്പോ വുളു ചെയ്താലും മുസ്ലിം എപ്പോഴും വുളുഇലായിരിക്കണം. നമ്മളെ ചില ശീലങ്ങളെല്ലാം മാറ്റണം. നമ്മളെ ചില ശീലങ്ങൾ നമുക്ക് പണ്ടത്തെ മനുഷ്യൻ ഇപ്പൊ അങ്ങനെ നല്ല മാറിയിട്ടുണ്ട്. എന്നാലും ചില ആൾ നിസ്കരിക്കുമ്പോൾ മാത്രമാണ് വുളു എടുക്കുന്നത്. നിസ്കരിക്കുമ്പോൾ മാത്രം വുളു എടുക്കും. നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വുളു എടുക്കൂല. വുളു എടുക്കണമെങ്കിൽ ആ പള്ളിന്റെ ഹൗദിക്ക് തന്നെ കൈയിടണം. അതിങ്ങനെ കൈയിട്ടാൽ മതി, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വുളു ആയിക്കോളൂ. അത് ചാരുവായി. അതൊരു യാന്ത്രിക വുളുവാണ്. പൊരേന്ന് വുളു എടുക്കാത്ത എത്ര മനുഷ്യന്മാർ, എന്ത് കൂലിയാ പൊരേന്ന് വുളു എടുത്തിട്ട് വന്നാൽ. ആ നടത്തത്തിനൊക്കെ കൂലിയാണ്, ഓരോ സ്റ്റെപ്പിനും പ്രതിഫലമാണ്. കൂലി പറഞ്ഞത് വുളു എടുത്തിട്ട് വരുന്ന ആളുകൾക്ക് മാത്രം. പൊരേന്ന് വുളു എടുക്കും. സ്വബഹിക്ക് വരെ പൊരേ തന്നെയല്ലേ എല്ലാവരും വരുന്നത്. സ്വബഹിക്ക് എല്ലാവരും പൊരേ തന്നെയല്ലേ വരുന്നത്. എന്നാ പോലും വീട്ടിൽ നിന്ന് വുളു ചെയ്യില്ല. പള്ളിയിലെത്തിയാലേ വുളു ചെയ്യും. നിസ്കാരം തുടങ്ങുമ്പോഴേ വുളു ചെയ്യും. ഉറങ്ങാൻ കിടക്കുമ്പോ വുളു ചെയ്യാറില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ നിസ്കാരത്തിന് വുളു എടുക്കുന്ന പോലെ തന്നെ നീ വുളു എടുക്കണം ഉറങ്ങാൻ കിടക്കുമ്പോ. എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു എടുക്കണം. ശീലം മാറ്റണം. വുളു കൂട്ടുപിടിക്കണം. വുളു എടുത്താലൊക്കെ 2 റക്അത്ത് നിസ്കരിക്കാം. ചില എന്തെങ്കിലും കുറേയൊന്നും വേണ്ട, കുറച്ച് മതി. പക്ഷെ ആ ഉള്ളതിൽ നല്ല കാമ്പുണ്ടാവണം. കാമ്പുള്ള കുറച്ച് മതി. അള്ളാഹ് അതാണ് ഇഷ്ടം. സ്ഥിരമായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ സമയത്തും അള്ളാഹുവിനെ മറന്നിട്ട് ഒരു കളി ജീവിതത്തിന്റെ ഒരു സ്റ്റേജിലും ഒരു തട്ടിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ആരും വിചാരിക്കേണ്ടതില്ല ഇതൊന്നും എപ്പോ ഉണ്ടാവുമെന്ന്. ഏത് ഇപ്പോഴുള്ള ഈ സാമ്പത്തിക അവസ്ഥ, ഇപ്പോഴുള്ള ഈ ആരോഗ്യാവസ്ഥ, ഇപ്പോഴുള്ള ഈ സന്തോഷത്തിന്റെ അവസ്ഥ, ഇപ്പോഴുള്ള ഈ എളുപ്പത്തിന്റെ നാള്, ഇത് എപ്പോഴും ഉണ്ടാവില്ല. ഇതിങ്ങനെ മറിയും. ഇത് ജീവിതത്തിന്റെ ആ സൈക്കിളിങ്ങില് അതിങ്ങനെ മാറി മറിഞ്ഞു വരും. അങ്ങനെ മറിയുമ്പോ മാത്രം പള്ളിയിലേക്ക് വന്ന്, അപ്പൊ മാത്രം ഫസ്റ്റ് സഫിൽ വന്ന്, അപ്പൊ മാത്രം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ദുആ ഇരുന്നാല് അത് വാനലോകത്ത് പരിചയമില്ലാത്ത ശബ്ദമായി മാറും. ആ ശബ്ദത്തിന് അങ്ങനെ വലിയ പരിഗണിക്കൂല. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും എല്ലാ ഒഫീഷ്യാലിറ്റികളും മാറ്റിവെച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ തനി നാടനായിട്ട് ഇരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അങ്ങനെ ഇരിക്കണം. നമ്മൾ ആൾക്കാരെ മുമ്പിൽ പലതുമായിരിക്കും. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ആ ഇതിന്റെ ആള്, ഈ സ്ഥാപനത്തിന്റെ ആള്, മറ്റേ MD, ഇതിന്റെ അത് എന്തെല്ലാം ആയിരിക്കും നമ്മള്. പക്ഷെ അള്ളാന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല. അള്ളാന്റെ മുമ്പിൽ നമ്മൾ ആരറിയോ? യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ ഫഖീറാണ്. ആര്? ഫഖീർ. ഫഖീർ എന്ന് പറയുന്ന ആർക്കറിയും? ഫഖീർ എന്ന് പറയും റമദാനിലെ കണ്ടില്ല, പെർക്ക് കുറെ ആൾ വന്നിട്ട് ബെല്ലിട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോക്ക് വാങ്ങാൻ വന്നാണ്. ആര്? ഉമ്മ വെച്ച് ആരാടത്? അത് ഒരു ഫക്കീർ. മക്കൾ പറഞ്ഞേ അതെന്നെ ഫക്കീർ. നമ്മൾ ശരിക്കും അള്ളാന്റെ മുമ്പിൽ ആരറിയോ? നമ്മൾ ഫക്കീറാണ്. നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ യാചിക്കാനേ അവകാശമുള്ളൂ. അതിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട. യാചിക്കാനേ അവകാശമുള്ളൂ നമുക്ക്. അതിന് യോഗ്യത ആവശ്യമില്ല. തനി നാടനാവണം. നമ്മള് എല്ലാ ഔപചാരികതകളും മാറ്റിവെക്കണം. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും റബ്ബിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണത്. പരിഗണിക്കണം അള്ളാഹു നമ്മളെ.
നന്നായി പരിഗണിക്കും അള്ളാഹു. വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് ഉത്തരം തരും. നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹു നീക്കിത്തരും. ഇത് നല്ല ഈമാനാണ്. ഈ റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ്. നിന്റെയും നിന്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു മറയില്ല. ആരും വേണ്ട നിനക്ക്. അള്ളാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കാൻ ഒരാളുടെയും ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല. യസ്അലൂനക എന്ന് 15ഓളം പ്രശ്നങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ റസൂലുള്ളാഹിനെ ചുമതലപ്പെടുത്തിയപ്പോ അള്ളാഹു ആരാണ് എന്ന് ചോദിച്ചു വരുന്ന അടിമക്ക് നബിയെ അതിന്റെ ഉത്തരം നിങ്ങൾ പറയണ്ട, ഞാൻ തന്നെ പറയാം എന്ന് അള്ളാഹു ആ മറുപടി പറയുന്നിടത്തേക്ക് റസൂലിനെ വരെ ഒരു മധ്യവർത്തിയായി വെക്കാതെ അള്ളാഹു അവന്റെ അടിമയും അവനും തമ്മിലുള്ള ബന്ധത്തെ സൂറത്ത് ബഖറയുടെ 186 നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഖരീബാണ്. നമ്മുടെ എല്ലാ മാറി മറിയുന്ന അവസ്ഥകളെയും നന്നായി വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവനാടിയേക്കാൾ നമ്മളോട് അടുത്ത് കിടക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. ഈ ഈമാൻ എപ്പം വേണ്ടേ? ഈ ഈമാന് ഇത് എല്ലാരും പറഞ്ഞു തരൂല. ഇത് എല്ലാ പള്ളിയും നിങ്ങൾക്ക് കിട്ടൂല. ഇത് കിട്ടുന്ന പള്ളി കുറച്ച് പള്ളിയേ ഉള്ളൂ. ഇത് പറഞ്ഞു തരുന്ന ആൾക്കാരും കുറച്ചേ ഉള്ളൂ. എന്തിനും ഏതിനും ആളുകളെ ചൂഷണം ചെയ്ത് വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളാണ് പുറത്ത് ഈ സൊസൈറ്റിയിൽ മഹാഭൂരിഭാഗം. ഇവിടങ്ങൾ വരി, ഇവിടുത്തെ ഒരു ഖുതുബ കേൾക്കിങ്ങൾ, ഇവിടെ ഒരു ക്ലാസ്സിൽ വരി. ഇത്ര എളുപ്പമുള്ള ഒരു ദീന്, ഇത്ര ആചരിക്കാൻ കൊണ്ടു നടക്കാൻ ഇത്ര സുഖമുള്ള ഒരു മതം, ആ ദീനിന്റെ മുഖം, ആ ദീനിന്റെ ചിത്രം അത് ശരിക്ക് കിട്ടണം. ഇങ്ങനത്തെ പള്ളിയിൽ ഇങ്ങനത്തെ ക്ലാസ്സിൽ വന്നിട്ടിരിക്കണം. ബാക്കി എല്ലാത്തിനും ചെലവാണ്. ഒരു സ്വലാത്ത് ചെല്ലാന് ചെലവ്, ഒരു ദിക്റ് ചെല്ലാന് ചെലവ്, എല്ലാ ഇബാദത്തിനും ചെലവ്. ഇസ്ലാമിൽ ഒരു ചെലവില്ല, ഒരു ആരാധനക്കും ചെലവുള്ള ഒറ്റ ആരാധന ഉള്ളൂ, ഹജ്ജ് ഉംറയും. അതെന്നെ അല്ലാഹ് പറഞ്ഞത് മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല, കൈനൽകി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതും നിർബന്ധമില്ല. ബാക്കി ഒന്നിനും ഒരു ചെലവില്ല. ചെലവുള്ളതൊന്ന് അതിനല്ല പറഞ്ഞു നിനക്ക് അതിനല്ല തന്നിട്ടുണ്ടോ കഴിവ്, എങ്കിൽ മാത്രം നീ അത് ചെയ്യേണ്ടതുള്ളൂ. കടം വാങ്ങിയിട്ടൊന്നും നീ പോണ്ടതില്ല. നിനക്ക് പറ്റുമെങ്കിൽ നിനക്കല്ല തന്നിട്ടുണ്ടെങ്കിൽ മാത്രം. അതാണ് സിസ്റ്റം. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, വിചിത്രമായ പ്രാർത്ഥന. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെ ആയിരിക്കണം എന്നതിന് കൃത്യമായി ഉത്തരം നൽകുകയാണ് ഈ ചരിത്രം. ഒരു സൂറത്തിന്റെ തുടക്കത്തിലാണ് ഒരുപാട് ആയത്തുകളിലൂടെ ഈ ചരിത്രം അള്ളാഹു പഠിപ്പിക്കുന്നത്. വയോവൃദ്ധനായ ഒരു മനുഷ്യന്റെ ചരിത്രം. മഹാനാണ് ആ മനുഷ്യൻ, പ്രവാചകനാണ് ആ മനുഷ്യൻ, 90 കഴിഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ ഒഫീഷ്യാലിറ്റികളും മാറ്റിവെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു തനി നാടനായി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് ഖുർആൻ ആ സൂറത്തിന്റെ തുടക്കത്തിൽ നമുക്ക് വരച്ച് കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ തലമുടികളൊക്കെ നരച്ചുപോയി പഠിച്ചോനെ, എൻ്റെ എല്ലുകളൊക്കെ ബലക്ഷയം സംഭവിച്ചു പോയി പഠിച്ചോനെ, എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സാധ്യതകളൊക്കെ അവസാനിച്ചു വച്ചോനെ. പക്ഷേ ആവശ്യം വിചിത്രമാണ്. എന്താ? എനിക്കൊരു കുഞ്ഞിനെ തരണം. നിങ്ങളെ ആലോചിച്ച് നോക്കി, 90 കഴിഞ്ഞ് നരബാധിച്ച് എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ച് ഉള്ളിലുള്ള നമ്മുടെ എല്ലാ ബലഹീനതയും പുറത്ത് കാണിക്കുന്ന സാധനമാണ് ഈ സാധനമൊക്കെ. നരക്കാൻ തുടങ്ങിയെങ്കിൽ മനസ്സിലാക്കോ. ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യത്തിന്. വയോവൃദ്ധനാണ്. ഇനിയിപ്പോ ഇദ്ദേഹം ഇങ്ങനെയാണെങ്കിലും ഭാര്യ നല്ല ആരോഗ്യവും കുറച്ച് ഉഷാറൊക്കെ ഉണ്ടെങ്കിൽ, പ്രസവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമാധാനിക്കുക. അവിടെ അതുമില്ല, അപ്പുറത്തും പ്രശ്നമാണ്. എന്ത്? അവൾ ആരോഗ്യകാലത്തെ പ്രസവിക്കാത്ത പെണ്ണുങ്ങളാണ്. ഇപ്പൊ അവർക്കും വയസ്സായില്ലേ. പക്ഷെ ആവശ്യം വിചിത്രമാണ്. എനിക്കൊരു കുഞ്ഞിനെ തരണം പഠിച്ചോനെ, എന്നെ നീ ഒറ്റ കാക്കല്ല പഠിച്ചോനെ, ഒരു പിൻഗാമി എനിക്ക് നീ തരണം പഠിച്ചോനെ. ഏത് സൂറത്തിലറിയ ചരിത്രമുള്ളത്? സൂറത്തു മറിയമിന്റെ തുടക്കത്തിലുണ്ട്. സൂറത്തു മറിയമിന്റെ തുടക്കത്തിലുണ്ട് ഈ ചരിത്രം. ഇതൊക്കെ നമുക്ക് ഈമാനിലും നമുക്ക് തൗഹീദിലും
ഒരു മധ്യവർത്തിയുടെയും ഒരു ഇടയാളന്റെയും ആവശ്യമില്ലാതെ നേർക്കുനേരെ ഏത് നട്ടപ്പാതിരാക്കും നമുക്കറിയുന്ന തനി നാടൻ ഭാഷയിൽ നമ്മുടെ റബ്ബിലേക്ക് തിരിയാനുള്ള പ്രചോദനം നൽകുന്ന ചരിത്രങ്ങളാണ് ഈ ചരിത്രം. അള്ളാന്റെ മുമ്പിൽ വലിയ അറബി ഭാഷയിലൊന്നും പറയണമെന്നില്ല. ഇതായിരിക്കുമ്പോ അള്ളാന്റെ മുമ്പിൽ കെടുകെട്ടിയുള്ള അറബി സാഹിത്യത്തിന്റെ ഭാഷയിൽ പ്രാസോപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്നും അള്ളാഹ്ക്ക് നിയമമില്ല. അങ്ങനൊന്നുമില്ല ദീനില്. നിനക്കറിയുന്ന തനി നാടൻ ഭാഷയിൽ, ലോക്കൽ കാസർഗോഡ് സ്ലാങ്ങിൽ നമ്മൾ അള്ളാഹിനോട് പറയണം. നമ്മുടെ എല്ലാ ഒഫീഷ്യാലിറ്റികളും മാറ്റിവെച്ചിട്ട് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ പറഞ്ഞുകൊടുക്കാം. ആ സൂറത്തുകളൊന്ന് വായിച്ചു നോക്കി. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. ആ പ്രാർത്ഥനയിൽ കാണുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ട്. അല്ലാഹുവോട് പറയാൻ പടച്ചോനെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ ഒന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, വലം അകും ബിദുആഇക റബ്ബി ശഖിയ. എന്റെ റബ്ബിന്റെ മുന്നിൽ ഒരു ആവശ്യം വെച്ചാൽ അത് കിട്ടാതെ നിരാശനായി മടങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു ഭാഗ്യം കെട്ടവനായി ഞാൻ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. എനിക്ക് 100% ഉറപ്പാണ് ഇത് നിന്നോട് പറഞ്ഞെങ്കിൽ കിട്ടുന്നേ. ഇത് കേട്ടാൽ ചിലപ്പോൾ ആൾക്കാർ കളിയാക്കും. അതുകൊണ്ട് തന്നെ ഇരിക്കണം യൂനുസ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നത് നിദാഅൻ ഖഫിയ. നിദാഅൻ ഖഫിയ എന്ന് പറഞ്ഞെങ്കിൽ മൂലക്ക് പോയിട്ട് ആരും കേൾക്കാണ്ട് ദുആ ചെയ്യല്. ആ പ്രാർത്ഥന എങ്ങാനും ആരെങ്കിലും കേട്ടെങ്കിൽ നാട്ടിലത്തെ ഒരാൾ എന്ത് പറയും? ആവശ്യം കുഞ്ഞിനെ വേണം. ഫഹബ്ലി മിൻ ലദുൻക വലിയ, ഫഹബ്ലി മിൻ ലദുൻക വലിയ. ഇതാണ് ആവശ്യം. എല്ലാവരും കളിയാക്കും. പക്ഷെ ഒറ്റക്ക് മാറിയിരുന്ന് കരഞ്ഞ കണ്ണുകളിൽ ദുആ ചെയ്തപ്പോണ്ട് فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحسورا ونبيا من الصالحين. മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ നിങ്ങളെ ഭാര്യ പ്രസവിക്കും. ഇതേ പെണ്ണുങ്ങളല്ലേ ഇവര് പ്രസവിക്കും. അവരുടെ ഭാര്യയെ പ്രസവിക്കാനുള്ള സാധ്യതയിലേക്ക് അള്ളാഹു മാറ്റി. അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹുവിനോട് കോൺഫിഡന്റോടെ ചോദിച്ചെങ്കിൽ അതാണ് പറഞ്ഞത് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ ദ്വാരുന്നോ ഒരു സംഗതി നടക്കാണ്ടിരിക്കൂല. എല്ലാം നടക്കും. നമുക്ക് മാത്രം ദ്വാരക്കും പറഞ്ഞ് ഈലെങ്ങനെ ദ്വാ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ഈലെങ്ങനെ പറയുന്നുണ്ട് ഈ നടക്കുന്നത്. ഇതാണ് നമ്മളെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ഇതാണ്. വായിൽ ദുആകൾ വരുന്നുണ്ട്, വായിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ വരുന്നുണ്ട്, മനസ്സിന്റെ മടക്കിൽ നിന്ന് എവിടെന്നോ വിളിച്ചു പറയുന്നു നിനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയില്ല, ഇതിനൊന്നും ഉത്തരം കിട്ടൂല എന്ന് മനസ്സ് നമ്മളോട് പറയും. ഇതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടെ കൈകൾ ഉയർത്തി നോക്കൂ. നാളിതുവരെ നിന്നോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടാതെ ഒന്നുമില്ല. ഞാൻ ഒരിക്കലും നിരാശനായി മടങ്ങിപ്പോയിട്ടില്ല. ഇനിയും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിനക്ക് തരാൻ കഴിയും. അതുകൊണ്ട് ഇതാണ് ഈമാൻ. ഇതാ നമുക്ക് വേണ്ടേ. ഇതാണ് ഇസ്ലാം. എത്ര എളുപ്പം, എത്ര ശുദ്ധമായ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് ഖുർആനിന്റെ 114 സൂറത്തുകളിലും മധ്യവർത്തികളില്ലാതെ റബ്ബിലേക്ക് നേരിട്ട് അടിമക്കടുക്കാൻ കഴിയുന്ന മഹത്തായ തൗഹീദ് സംവിധാനത്തെ പഠിപ്പിക്കുന്ന സൂറത്തുകളാണ് ഖുർആനിലെ 114 സൂറത്തുകളും 6232 ആയത്തുകളും. ഒരായത്തിലും മധ്യവർത്തികൾക്ക് സ്ഥാനമില്ല.
പ്രപഞ്ചത്തിന്റെ തുടക്കം മുതലുള്ള കഥ പറയുമ്പോ വരെ റബ്ബങ്ങനത് അവതരിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഒരാളെ ഇടയിൽ കേറ്റാൻ ഗ്യാപ്പില്ലാത്ത വിധം പ്രാർത്ഥനാ വചനങ്ങളെ പടച്ചിതമ്പുരാൻ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ മനുഷ്യന്റെ തെറ്റിന്റെ പരിഹാരത്തിന്റെ കഥ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചേ. ആ റബ്ബ് പോരെ നമുക്ക്. ആ റബ്ബിലേക്ക്, ഈ റബ്ബിനെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങൾ എവിടുന്നാണ് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതാണ് ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ തെറ്റ്. മത പുസ്തകത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള തെറ്റുകളുടെ തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഈ നാഥനെ വിട്ട് വേറൊരാളിലേക്ക് തിരിയുന്നതിനാ. അത് ഏത് മഖ്ബറയിൽ അടക്കപ്പെട്ട ആളാണെങ്കിലും ശരി, അത് എത്ര വലിയ വലിയാണെങ്കിലും ശരി, അത് അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ ഏത് വലിയ സ്ഥാനത്തുള്ള നബിയാണെങ്കിലും ശരി, അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ ആരിലേക്ക് തിരിഞ്ഞാലും അതാണ് ഈ ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ തെറ്റ്. ഇത് മനസ്സിലാക്കാൻ, ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ദീനിൽ ആദ്യം പഠിക്കേണ്ട വിഷയം ഇതാണ്. നമ്മുടെ ദീനിൽ ഒരു മതവിദ്യാർത്ഥി, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ആദ്യം അടിസ്ഥാനപരമായി പഠിച്ചിരിക്കേണ്ട വിഷയം ഈ വിഷയമാണ്. ഇത് പഠിച്ചിട്ട് മതി നിന്റെ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിക്കല്. ഇത് പഠിക്കാതെ നിസ്കാരം എത്ര ഷർത്തും ഫർളും പഠിച്ചിട്ട് നീ നിസ്കരിച്ചിട്ടും ഗുണമില്ല. ഇതിൽ നീ തെറ്റിയിട്ടുണ്ടെങ്കിൽ നീ എത്ര തവണ ഹജ്ജിന് ഉംറക്കും പോയിട്ടും ഗുണമില്ല. ഇതിൽ നീ തെറ്റിയിട്ടുണ്ടെങ്കിൽ നീ എത്ര ലക്ഷം വാരി കോരി സദഖയും സകാത്തും കൊടുത്തിട്ടുണ്ടെങ്കിലും ഗുണമില്ല. കാരണം ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ഈമാൻ, ഈ തൗഹീദ്, ഈ ആദർശം ഇതില്ലാത്തവൻ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും മരുഭൂമിയിലെ മരീചിക മാതിരിയാണ്. ദാഹിച്ചവൻ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി കൈനിട്ടുന്നു, അവന്റെ വായിലേക്ക് വെള്ളമെത്താത്തതുപോലെ ഒരു തരി പ്രതിഫലം ഈ കർമ്മങ്ങൾ കൊണ്ട് പരലോകത്ത് കിട്ടാനില്ല. കർമ്മങ്ങളൊക്കെ പരിഗണിക്കുന്നത് ഈ ഈമാനിന്റെ അടിസ്ഥാനം. ഇത് പഠിക്കാദ്യം, ഈ തൗഹീദ് പഠിക്കേ. ഈ മിമ്പറിന്റെ ചുവട്ടിൽ ഈ ആദർശം മക്കൾ ചെറുപ്പത്തിലെ പഠിക്കട്ടെ. ഇവിടെ ആരംഭിക്കുന്ന മദ്രസ സംവിധാനത്തില് നിങ്ങൾ മക്കളെ ചേർക്കി നല്ല പരലോകം, സന്തോഷകരമായ പാരത്രിക ജീവിതം, യഥാർത്ഥ മുഅ്മിനായി, മുസ്ലിമായി, ഇസ്സത്തുള്ള മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സമയം ഇഫ്താറിന്റെ സമയം, എല്ലാവർക്കും വളൂ ചെയ്ത് റെഡിയാവാനുള്ള അവസാന മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വിശാലമായ വിഷയമാണ്, സംസാരിച്ചിട്ട് എവിടേക്ക് എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷം വീണ്ടും നമുക്ക് ഇരിക്കാം. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാനും ഐക്യത്തോടെ പ്രവർത്തിക്കുവാനും ഈ രംഗത്ത് ആളുകളെ തൗഹീദിന്റെ സുന്നത്തിന്റെ യഥാർത്ഥ നേരായ പാതയിലേക്ക് നയിക്കാനും ദഅവത്ത് നടത്താനും ഒക്കെ ആവുന്നത്ര ശ്രമങ്ങൾ നടത്തണം. അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികമായ സഹായങ്ങളും എല്ലാ ആവശ്യങ്ങൾക്കും കൊടുക്കേണ്ടിടത്തൊക്കെ ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ പള്ളിയുടെ അഹിലുകാർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉയർന്ന പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പള്ളിയുടെ സാമ്പത്തിക സഹായത്തിന് വിദേശത്തു നിന്നൊക്കെ ഒരുപാട് സഹോദരങ്ങൾ കൃത്യമായി ഇടപെടുന്നുണ്ട്. അവർക്കൊക്കെ അവരെ നോക്കി വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കുകയും അവർ കൊടുത്ത ഈ സദഖകൾ നാളേക്കൊരു മുതൽക്കൂട്ടായി അല്ലാഹു ബാക്കിയാക്കി വെക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.